എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പണ്ട് മുതലേ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുമാങ്ങാച്ചാറാണ്. ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നമുക്ക് കഴിച്ചു തീർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് വിനാഗിരി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആരെയും ഇഷ്ടപ്പെടുത്തുന്ന അത്രയും നല്ല സ്വാദാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ രുചിയേറിയ ഈ ഒരു മാങ്ങാച്ചാറ് എല്ലാവരും ഈ ഒരു മാങ്ങ സീസണിൽ തയ്യാറാക്കി സൂക്ഷിക്കാൻ മറക്കല്ലേ. നമ്മൾ നല്ല വൃത്തിയായിട്ടും ശ്രദ്ധയോടുകൂടിയൊക്കെ അച്ചാർ തയ്യാറാക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ഒരു മായവും കലർത്താതെ നമുക്ക് അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ലൊരു കൂട്ടുമാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ടാവുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ നമുക്ക് ഇതേപോലെ ചരിച്ച് നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാങ്ങ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാങ്ങ കഷ്ണങ്ങളും ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇതേ രീതിയിൽ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നൈസായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വളരെ തിന്നായിട്ട് തന്നെയാണ് മാങ്ങ കഷ്ണങ്ങൾ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ മാങ്ങ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ അളവില് ഉലുവ ചേർക്കാം. ഇനി ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ തന്നെ കടുക് കൂടെ ചേർക്കാം. ഇനി ഈ കടുകും ഉലുവയും നമുക്കൊന്ന് കരിയാതെ തന്നെ വറുത്തെടുക്കാം. കടുകും ഉലുവയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റുള്ള ചേരുവകൾ കൂടെ ഒന്ന് വറുത്തെടുക്കണം. കടുകും ഉലുവയും വറുത്തെടുക്കുമ്പോൾ ഒരു തരി പോലും കരിയാതെ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതേ പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ എണ്ണയിൽ കിടന്ന് എല്ലാ ഭാഗവും ഒന്ന് വഴണ്ട് കിട്ടണം. അതുവരെയും ഇളക്കി തന്നെ മുരിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് നിരത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വാടി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ടും. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം അളവിൽ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ അച്ചാർ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കഷ്ണങ്ങൾ നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ വറുത്തെടുക്കണം. ഇനി നമുക്ക് എണ്ണയിലേക്ക് ആദ്യം ചേർക്കുന്നത് ഇതുപോലൊരു കഷ്ണം കായമാണ്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോ അളവിലാണ് മാങ്ങ ഉണ്ടായിരുന്നത്. കായൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 25ഓളം വറ്റൽമുളക് കൂടെ ചേർക്കാം. വറ്റൽമുളക് എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് വിനാഗിരി ഒരു തരി പോലും ചേർക്കുന്നില്ല. എങ്കിലും വർഷം മുഴുവനും ഒരു കേടുപാടും കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കടുകും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചുകൂടി എടുക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ അച്ചാർ പൗഡർ മസാല കൂട്ടുകൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് പൊടികൾ ചേർക്കാം. ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാനും പറ്റുന്ന, ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നതുമായ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മസാലകളെല്ലാം തന്നെയും മാങ്ങയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ലെണ്ണയുടെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കൂട്ടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. ഈ ഒരു മാങ്ങ സീസണിൽ എല്ലാവരും തയ്യാറാക്കി വെക്കേണ്ടതായ വളരെ സ്വാദിഷ്ടമായ നല്ലൊരു അച്ചാറാണ്. ഈ ഒരു സമയത്ത് അച്ചാറിന് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കൂട്ടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.